ഹലോ ഡിയർ സ്റ്റുഡൻസ്, 11th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചും 2ാമത്തതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് ആണ്, എരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ക്ലാസ് ഹെൽപ്ഫുൾ ആവുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മതി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾസ് ഫോർ എരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് നമ്മൾ അങ്ങനെ അങ്ങ് ബൈഹാർട്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്നും പഠിക്കാതെ റൂൾസ് മനസ്സിലാക്കി നമ്മളത് അപ്ലൈ ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ആൻസർ എക്സ്പ്രസ് ചെയ്യൂ, അങ്ങനെയായിരിക്കും പറയാം. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൂൾസ് പറയുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, റൗണ്ടിങ് ഓഫ് അൺസർട്ടൈൻ ഡിജിറ്റ്. നമ്മൾ ചിലപ്പോൾ ആൻസർ ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനുശേഷം നമുക്ക് ആൻസർ ഇപ്പോൾ ഒരു 1.356 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മളോട് ടീച്ചർ പറയുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നു, നിങ്ങളുടെ ആൻസർ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതിയെന്ന്. ഓക്കെ, അതായത് നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 3 ഡിജിറ്റ് വരുന്നുണ്ടല്ലോ ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ ഈ ലാസ്റ്റുള്ള ഡിജിറ്റിനെ നമ്മൾ ഒഴിവാക്കി 2 ഡിജിറ്റിലേക്ക് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ മുമ്പേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം പക്ഷേ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ, നമുക്ക് തോന്നിയ പോലെ ഒഴിവാക്കി, അങ്ങനെയല്ല. അതിനും ഒരു റൂൾ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇത് എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ 3rd ഡിജിറ്റാണ് ഒഴിവാക്കാൻ പോകുന്നത്. 3rd ഡിജിറ്റ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നു. ഈ 6 എന്ന് പറയുന്ന ഡിജിറ്റാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒഴിവാക്കുന്ന ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണോ, ലെസ് ദാൻ 5 ആണോ, ഗ്രേറ്റർ ദാൻ 5 ആണോ, ലെസ് ദാൻ 5 ആണോ, അല്ലെങ്കിൽ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കണം. ഓക്കെ, ലെസ് ദാൻ 5, ഗ്രേറ്റർ ദാൻ 5, ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഈ ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വരുന്ന ഡിജിറ്റ്, അതിനെയാണ് നമ്മൾ പ്രിസീഡിങ് ഡിജിറ്റ് എന്ന് പറയുന്നത്. പ്രീ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിൽ. അപ്പോൾ ഈ ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ എന്ത് വരും, 1.36 എന്ന് വരും. കാരണം എന്തായിരുന്നു, 6 ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഡിജിറ്റ് ചിലപ്പോൾ ലെസ് ദാൻ 5ഉം വരാം. ഇവിടെ ഇപ്പം 1.352 ആയുള്ളൂ എന്ന് വിചാരിക്കുക, 1.352. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ഡിജിറ്റ് 2 ആണ്. പക്ഷേ ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 5 ആണ് അല്ലേ. അപ്പോൾ ലെസ് ദാൻ 5 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന പ്രിസീഡിങ് ഡിജിറ്റ് എന്ത് ചെയ്യുക, ഒന്നും മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ 1.35 എന്ന് കിട്ടും. 1.35. ഓക്കെ ആണല്ലോ. ലെസ് ദാൻ 5ഉം ഗ്രേറ്റർ ദാൻ 5ഉം വന്നാലുള്ള കേസ് ഓക്കെ ആണ്. ഇനി മൂന്നാമതൊരു കേസ് ഈക്വൽ ടു 5 ആണ് വരിക. ഈക്വൽ ടു 5 എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ എഴുതാം, ഈക്വൽ ടു 5. അതായത് 1.355 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ഡിജിറ്റ് 5 ആണേ, നമുക്ക് മാറ്റേണ്ടത് 5 ആണ്. 5 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5 ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം, അതായത് തൊട്ടിപ്പുറം വരുന്ന പ്രിസീഡിങ് ഡിജിറ്റ് അല്ലേ, തൊട്ടിപ്പുറം വരുന്ന പ്രിസീഡിങ് ഡിജിറ്റ് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കണം. ഇവിടെയാണെങ്കിൽ ഇത് ഓഡ് നമ്പർ ആണല്ലോ. ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഡിജിറ്റിൻ്റെ കൂടെ 1 നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതണം. അതായത് ഇവിടെ ഇപ്പം ഞാൻ 5 ആണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടത്, ഇവിടെയുള്ള 5 ഓഡ് നമ്പറാണ്. അപ്പോൾ ഞാൻ ആൻസർ എങ്ങനെ എഴുതണം, 1.36. ഓക്കെ, ഇനി അഥവാ ഇവിടെയുള്ള നമ്പർ 1.36 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
ഇവിടെ ഈവൻ നമ്പർ അല്ലേ വന്നത്. ഈവൻ നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അതിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് എഴുതുക. അപ്പോൾ 1.36 തന്നെയായിരിക്കും ആൻസർ. ഇതാണ് റൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇത് വളരെ സിമ്പിളാണല്ലേ. ഇനി നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുമ്പോൾ നമ്മൾ ഈ റൗണ്ടിങ് ഓഫ് ഉണ്ടല്ലോ, ഇത് നമ്മൾ അവിടെയും അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ആൻസർ എഴുതുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടി, ഇതിലിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് റൂൾസ് ഒന്ന് നോക്കിയിട്ട് പോവാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുമ്പോൾ ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഫൈനൽ റിസൾട്ടിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് റീറ്റെയിൻ ആസ് മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആസ് ദർ ആർ ഇൻ ദ ഒറിജിനൽ നമ്പർ വിത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതായത് നമുക്ക് രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 1.32ഉം 1.32ഉം ഇവിടെ ഒരു 1.11 ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങനെയാണെന്ന് വിചാരിക്കേ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആർക്കാണ് ഉള്ളത്? ഇയാൾക്കാണ്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3ഓ 4ഓ ഡെസിമലൊക്കെ റൈറ്റിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആൻസർ എങ്ങനെയായിരിക്കണം? ഈ ഏത് നമ്പറിനാണോ കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രീതിയിലായിരിക്കണം ആൻസർ എഴുതേണ്ടത്. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ എക്സാമ്പിളും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിയർ ആവും. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ സെയിം റൂളാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇനി അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണേ പറഞ്ഞത്. പക്ഷേ ഇവിടെ the final result should retain as many decimal places as there in the number with the least decimal places. നേരത്തെ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറഞ്ഞല്ലോ, അതേ സംഭവം തന്നെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നോക്കേണ്ടതെന്ന് മാത്രം. അതായത് ഈ രണ്ട് നമ്പറും നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതും ആഡ് ചെയ്യുമ്പം ഉറപ്പായിട്ടും നമുക്കൊരു ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ്സ് വരുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഡെസിമലിന് ശേഷം ഡിജിറ്റ്സ് ആർക്കാണ് കുറവ്? ഇവിടെയല്ലേ. ഇവിടെ 2 ഡിജിറ്റും ഇവിടെ 3 ഡിജിറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വേണം? 2 ഡിജിറ്റിൽ മാത്രമേ പാടുള്ളൂ. അതാണ് അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും റൂള്. ഓക്കെ, ഫൈനൽ റിസൾട്ട് ഷുഡ് റീറ്റെയിൻ ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദർ ഇൻ ദ നമ്പർ വിത്ത് ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ കേസിലും കുറവുള്ള ആളുടെ നമ്പേഴ്സാണ് വരുന്നത്. അങ്ങനെ ഓർത്ത് വെക്കുക. ഏത് കേസ് എടുക്കുമ്പോഴും ആർക്കാണോ കുറവ് വരുന്നത് അയാൾക്ക് അനുസരിച്ചാണ് നമ്മൾ റിസൾട്ട് എഴുതുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആകുമ്പം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്നാണ് നോക്കേണ്ടത്. അഡീഷനും സബ്ട്രാക്ഷനും ആകുമ്പം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡീഷൻ എടുക്കുന്ന സമയത്ത് അഡീഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അഡീഷൻ എടുക്കുമ്പോൾ കേഴ്സർ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 3.6 + 4.22 ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 7.82 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആയില്ല. നമ്മൾ എന്താ പറയുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ റൂൾ അനുസരിച്ച് ഇവിടെ ഇപ്പം ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ പക്ഷേ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഏതിനാണോ ഡിജിറ്റ്സ് കുറവ് അത്രയും ഡിജിറ്റ്സിൽ വേണം നമ്മൾ ആൻസർ എക്സ്പ്രസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഈ 7.82ൽ 2 എനിക്ക് ഒഴിവാക്കണം. 7.8 വരെ മാത്രം മതി. പക്ഷേ ഈ 2നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിവാക്കിക്കൂടാ. അവിടെ നമ്മൾ റൗണ്ടിങ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നോക്കണം. 2 > 5 ആണോ, <5 ആണോ, = 5 ആണോ? 2 > 5 ആണല്ലോ, 2 < 5 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനെ അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് 7.8 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 3.2 + 4.68 ആഡ് ചെയ്യുമ്പോൾ 7.88 കിട്ടും. ഇവിടെ 1 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ് അല്ലേ, ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെയായിരിക്കണം? 1 ഡിജിറ്റിലായിരിക്കണം. അപ്പോൾ 7.8 മതി. ഈ 8നെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. പക്ഷേ ഈ 8 എന്താണ്? > 5 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പുറത്തുള്ള പ്രിസീഡിങ് ഡിജിറ്റ്, ഇതിന് തൊട്ട് മുമ്പിലുള്ള മുമ്പിലാണ് ആക്ച്വലി അല്ലേ, മുമ്പിൽ നിന്നാണ് പറയേണ്ടത്. പ്രിസീഡിങ് എന്ന് പറയുമ്പോൾ അതിനുള്ള
ഓക്കെ, ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റുള്ള ഡിജിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7.9. ഇനി ഇപ്പോൾ ഇത് രണ്ടും അഡീഷൻ്റെ ആണ്. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ അഥവാ ഈക്വൽ ടു 5 വന്നിനെങ്കിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം നോക്കണം കേട്ടോ. അതായത് ഓഡാണോ ഈവനാണോ നോക്കണം. ഓഡാണെങ്കിൽ +1 ചെയ്യുക, ഈവൻ ആണെങ്കിൽ അങ്ങനെ തന്നെ വിടുക. ഓക്കെ. ഇനി ഇതൊരു സബ്ട്രാക്ഷൻ പ്രോബ്ലമാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ 4 ഡിജിറ്റ് വരുന്നുണ്ട്, ഇവിടെ 2 ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസറും 4 ഡിജിറ്റിൽ തന്നെ കിട്ടും. പക്ഷേ റൂൾസ് പ്രകാരം എന്താ, ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസസ് ആർക്കാണ് വരുന്നത്, ഇവിടെയാണ് 2 എണ്ണം. അപ്പോൾ നമ്മുടെ ആൻസറും 2 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഈ 2നെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 2 ഡിജിറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഡിജിറ്റിന് നോക്കുക. 2 ലെസ് ദാൻ 5 ആണ്, അതുകൊണ്ട് അഡീഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല, 0.95 തന്നെ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെസിമൽ പ്ലേസ് അല്ല നമ്മൾ നോക്കുന്നത്, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 2.3യും ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടും. 2.3 എന്ന് പറയുമ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 3.12 എന്ന് പറയുമ്പം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ ആൻസർ എങ്ങനെയായിരിക്കണം, ഏത് നമ്പറിലാണോ കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ വേണം ആൻസർ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 7.1 മതി. പക്ഷേ 7 ഡ്രോപ്പ് ചെയ്യുമ്പം 7 ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ 1 ആഡ് ചെയ്ത് 7.2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി 2.44 ഡിവൈഡഡ് ബൈ 3.25 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആൻസർ കിട്ടും. ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇവിടെയും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ ആൻസറിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതിയാവും. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ 1.35 വരെ മതി. 3 ലെസ് ദാൻ 5 ആണ്, അതുകൊണ്ട് അഡീഷൻ ഒന്നും വരുന്നില്ല. 3 ലെസ് ദാൻ 5 അല്ലേ, ഞാനിവിടെ 3.6 എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. 3 ലെസ് ദാൻ 5 അല്ലേ, അപ്പോൾ 3.5 മതിയാവും അല്ലേ, കറക്റ്റ് അല്ലേ. അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് അല്ലേ. ഓക്കെ. 3നെയാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത്. 3 ലെസ് ദാൻ 5 ആണ്, അപ്പോൾ അഡീഷൻ ഇല്ല. ഓക്കെ. 1.35. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലാണ് നമ്മൾ ആൻസർ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു 2 എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. അഡീഷനിലും സബ്ട്രാക്ഷനിലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളില്ല. ഓക്കെ. നമ്മൾ അതേസമയം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക. അതുകൊണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഒരു സിറ്റുവേഷനിൽ കൊടുത്ത ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് കേട്ടോ. ഒരു വോളിയം ഓഫ് ദ ക്യൂബും അതേപോലെ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇൻ ടെക്സ്റ്റ് പ്രോബ്ലമാണ്, അതായത് ഓരോ കാര്യവും വിശദീകരിച്ച് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഒരു ക്യൂബിൻ്റെ സൈഡ് 7.203 മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇത് ക്യൂബാണ്, 7.203 ഹോൾ ക്യൂബ്. അത് ചെയ്യുമ്പോൾ കണ്ടോ, ഇത്രയും വലിയ ഒരുപാട് ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് വരിക, 7.203 ഇൻറ്റു 7.203 ഇൻറ്റു 7.203. അപ്പോൾ എല്ലാത്തിലും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ വേണം എഴുതാൻ. അതാണ് ഇവിടെ 4 എണ്ണം വന്നു. കണ്ടോ, 373.7 മതി. ഇവിടെ 1 ആണല്ലോ, അതുകൊണ്ട് തന്നെ അഡീഷനും കാര്യങ്ങളും വരുന്നില്ല അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി ഡെൻസിറ്റി 4.237 ഡിവൈഡഡ് ബൈ 2.51 ആണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുവാണ്. 69 മാത്രമല്ല, കുറച്ച് 2 ഡിജിറ്റും കൂടി നമുക്കിവിടെ ആക്ച്വലി കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത ആൻസറാണ്. നോക്കിയേ, ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, 4 എണ്ണം. ഇവിടെ എത്രയുണ്ട്, 3 എണ്ണം. അപ്പോൾ നമ്മുടെ ആൻസറിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. അതാണ് ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ആൻസർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. അതുപോലെ ഡയമെൻഷൻ ഫോർമുല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ക്ലാസ് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും ശ്രദ്ധിക്കുക. ഐ വിൽ ബി റിപ്ലൈയിങ്. ഓക്കെ. സോ വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു മൈ ഡിയേഴ്സ്.